ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം ഈ നല്ല പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വിശുദ്ധ തിരുവെഴുത്തിൽ നാം ആദിയോടന്തം പഠിച്ചാൽ നമുക്കൊരു സത്യം മനസ്സിലാക്കാൻ കഴിയും. കരയുന്നവന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്, ഏത് മാറാത്ത രോഗത്തെ സൗഖ്യമാക്കുന്ന ഒരു കർത്താവുണ്ടെന്ന്, ഏത് പ്രതിസന്ധിക്കും പരിഹാരം നൽകുന്ന ഒരു ദൈവമുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. ലോകം മുഴുവനും ഓടി ലോകം മുഴുവനും നേടിയാലും നിന്റെ ജീവിതത്തിൽ സമാധാനമില്ലെങ്കിൽ, നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിനക്ക് ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിന്റെ പ്രയത്നം വ്യർത്ഥമാണ്. വിശുദ്ധ തിരുവെഴുത്ത് പറഞ്ഞ അവങ്കലേക്ക് നോക്കർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല, എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടുവന്ന്. അങ്ങനെ നിന്റെ നിലവിളി ദൈവത്തിന് സന്നിധി ചെല്ലുവാൻ ഇടയായി തീർന്നാൽ നിന്റെ മുഖം വാടത്തില്ല, നിന്റെ ജീവിതം സന്തോഷകരമായിരിക്കും. ജീവിതത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞു എന്ന് കരുതി നീ തളരരുത്. നിനക്ക് വേണ്ടി ആരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ വഴി ദൈവം തുറന്നു തരും. പുറപ്പേ, വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നത് സ്വത്രം, ഞാൻ നിനക്ക് വേണ്ടി കരുതുമെന്ന്. അങ്ങനെയെങ്കിൽ എൻ്റെ യേശു പറഞ്ഞത് അവൻ ചെയ്യാതെ ഇരിക്കത്തില്ല. യേശുവിനോട് കൂടെ നിൽപ്പാൻ നീ തയ്യാറാകണം. നോക്ക്, നീ പോലും അറിയാത്ത എല്ലാ പ്രതീക്ഷകളും തകർന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു മകൻ മരിച്ചു. ഇനി താൻ ആർക്കു വേണ്ടി ജീവിക്കുന്നു എന്നോർത്ത് വിലപിച്ചുകൊണ്ട് അവസാന യാത്രയ്ക്കായി തൻ്റെ മകന്റെ ശവമഞ്ചത്തിൽ പേര് വരുന്ന ആ അമ്മയെ മനസ്സിലാക്കാൻ ആരുമുണ്ടായില്ല. നമുക്ക് ആയുസ്സുള്ളപ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, നമ്മുടെ കരത്തിൽ നന്മയുള്ളപ്പോൾ എല്ലാവരും ഉണ്ടാകും. പക്ഷേ നമ്മുടെ ആരോഗ്യം ക്ഷയിച്ച് നമ്മുടെ കരത്തിലെ നന്മ തീർന്ന് നമുക്ക് വൈക എന്ന് വരുമ്പോൾ ഉണ്ടായിരുന്നവരെല്ലാം നമ്മെ വിട്ടേച്ചു പോകും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞാൻ വ്യക്തമായി പറയട്ടെ, ആരെല്ലാം നിങ്ങളെ മറന്നു കളഞ്ഞാലും, നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, നിങ്ങളെ ഞാൻ ഒരു നാളും തള്ളിക്കളയല്ലെന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് അവന്റെ സന്നിധി നിൽപ്പാൻ, അവനോട് കൂടെ നിൽപ്പാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ, കൂടപ്പുറപ്പെ, സഹോദരങ്ങളെ, മാതാവേ, പിതാവേ, ഞാൻ വ്യക്തമായി പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കരഞ്ഞു വിലപിച്ച് നടക്കേണ്ടി വരത്തില്ല. രോഗം പേറിയ ശരീരവുമായി ഹോസ്പിറ്റലുകൾ തോറും കയറി ഇറങ്ങേണ്ടി വരത്തില്ല. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ കരം നീട്ടേണ്ടി വരത്തില്ല. നിന്റെ കുഞ്ഞുങ്ങളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഗതികേട് നിനക്ക് വരത്തില്ല. കാരണം എൻ്റെ ദൈവം പറഞ്ഞത്, വാർദ്ധക്യവും നരയുമുള്ള കാലത്ത് ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല എന്ന്. നിന്റെ ജീവിതകാലം നീ ഒന്ന് തിരിഞ്ഞു നോക്കേ. സ്വത്രം, എന്തെല്ലാം സ്വപ്നങ്ങൾ നിന്റെ മുൻപിൽ ഉണ്ടായിരുന്നു. ഇന്നുവരെയും ആ സ്വപ്നങ്ങൾക്കൊരു പൂർണ്ണത നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ എവിടെയോ നിനക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, നീ അധ്വാനിക്കാഞ്ഞിട്ടല്ല, നിനക്ക് സ്നേഹിതരില്ലാഞ്ഞിട്ടല്ല, നിനക്ക് ഭവനമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് കുടുംബമില്ലാഞ്ഞിട്ടല്ല, നിനക്ക് കൂട്ടാളിയില്ലാഞ്ഞിട്ടല്ല, നിനക്ക് കുഞ്ഞുങ്ങളില്ലാഞ്ഞിട്ടല്ല. നിന്റെ ജീവിതത്തിൽ നീ ദൈവത്തെ അറിയാതെ പോയതുകൊണ്ടാണ്. ഇത്രത്തോളം തന്നു നിറച്ച, ഇവിടത്തോളം ദീർഘായുസ് കൊണ്ട് നിന്നെ കൊണ്ടുവന്ന സർവശക്തനായ ദൈവത്തെ നീ മറന്നു പോയത് കൊണ്ടാ നീ ആഗ്രഹിക്കുന്ന സമാധാനമോ സന്തോഷമോ നിന്റെ ജീവിതത്തിൽ ഈ വാർദ്ധക്യ കാലത്ത് ഇല്ലാതെ ഇരിക്കുന്നത്. രോഗം പേറിയ ശരീരവുമായി ഹോസ്പിറ്റലുകൾ തോറും കയറിയിറങ്ങുമ്പോൾ നിന്റെ അകത്തളത്തിലൊരു പ്രതീക്ഷയുണ്ട്. ആ ഡോക്ടേഴ്സിനെ ചികിത്സിച്ച് ഇല്ലെങ്കിൽ മറ്റേ ഡോക്ടറെ ചികിത്സിച്ച് ഭേദമാകും. ആ ഡോക്ടർ കണ്ടില്ലെങ്കിൽ മെഡിക്കൽ കോളേജ് ഡോക്ടറെ ചികിത്സിച്ച് ഭേദമാകും. ഒടുവിൽ എല്ലാവരും കൈവിട്ട് എല്ലാ വഴികളും അടയപ്പെടുമ്പോൾ ഇനി എന്തെന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപേ ശലോമോൻ ഇങ്ങനെ പറയുന്നുണ്ട്, സ്വത്രം, നിന്റെ യൗവനകാലത്ത്, നിന്റെ വാർദ്ധക്യവും നരയും വരുന്നതിന് മുൻപ് നീ ദൈവത്തിന്റെ മുഖം അന്വേഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവമുഖം അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് സ്വർഗത്തുനിന്ന് എന്റെ ദൈവം നോക്കുമ്പോൾ, മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, നിന്റെ മുഖം സ്വർഗം കാണുമെങ്കിൽ നിന്റെ മുഖം വാടുവാൻ അവൻ അനുവദിക്കത്തില്ല. കരഞ്ഞു വിലപിച്ച് നടക്കുവാൻ അവൻ സമ്മതിക്കത്തില്ല. നിന്റെ മുൻപിലെ ഏതു വഴി ശത്രു കൊട്ടി അടച്ചാലും, നിനക്കെതിരെ പിശാചു വാടകോരുന്നുണ്ട് നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചാലും, നിന്റെ മക്കളെ നന്മയെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് അവരെ
ഭാവിയെ ബന്ധിച്ചു നിർത്തി വിളിച്ചു നേർച്ചകളും ആഭിചാരങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും മെനഞ്ഞ് നിന്നെ കെട്ടിവെക്കുവാൻ ശ്രമിച്ചാലും സകല കെട്ടുകളെ മറുത്തു സ്വർഗത്തിലെ ദൈവം നിന്റെ കുഞ്ഞുങ്ങളെ പുറത്തു കൊണ്ടുവരും. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോലുള്ളവൻ നിന്നോട് പറഞ്ഞൊരു വാക്ക് നീ കേൾക്കണം, ഭയപ്പെടണ്ട. അങ്ങനെയെങ്കിൽ ഈ നല്ല പകലിൽ അനേകായിരം മെസ്സേജുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ട്. സ്വത്രം അനേക ദൈവഭൃത്യന്മാരുടെ മെസ്സേജുകൾ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ട്. പക്ഷെ കേട്ടിട്ട് ഒരു ചെവി കേട്ടിട്ട് മറുചെവി കൂടെ കളയുകയല്ലാതെ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് എപ്പോഴെങ്കിലും അതൊന്നും സംഗ്രഹിച്ച് വെച്ചിട്ട് കർത്താവേ നീ എന്നോട് കൂടെ ഉള്ളതിന് നന്ദി എന്ന് പറയുവാൻ എത്ര പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട്. നിന്നെ കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച സർവശക്തനായ ദൈവത്തിന് നീ എത്ര മഹത്വം കൊടുത്തിട്ടുണ്ട്. കോടികൾ ചിലവാക്കി രോഗസൗഖ്യത്തിന് ഓടുമ്പോൾ ഒരു നേരമെങ്കിലും ദൈവത്തിന്റെ സ്ഥലത്ത് നിന്ന് വീണിട്ട് അപ്പാ ഞാൻ നിന്റെ മകനാ, ഞാൻ നിന്റെ മകളാ, എന്നെ നീ മറന്നു കളയല്ലേ, ഈ ശരീരം നിന്റെ മന്ദിരമാണല്ലോ, ഈ ശരീരത്തിനകത്ത് രോഗമിരിപ്പാൻ നീ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിൽ ഈ രോഗത്തെ എടുത്തു മാറ്റണമേ, ഈ മരണകരമായ ആപത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറയുവാൻ ഒരു നേരമെങ്കിലും നിങ്ങൾ സമയം കണ്ടെത്തിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇതാകുന്നു സുപ്രസാദ കാലം, ഇതാകുന്നു രക്ഷാ ദിവസം. ഇത് കേൾക്ക്, കർത്താവ് നിങ്ങളെ ഉയർത്തി മാനിക്കും. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ദാരിദ്ര്യം നീങ്ങിപ്പോകും. നിങ്ങളുടെ കണ്ണ് നിറയുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. തേങ്ങി തേങ്ങി കരഞ്ഞ് എന്ന് തീരും എൻ്റെ കഷ്ടം, ഇനി മണ്ണിൽ നിന്ന് പാടി നടക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. നീ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം സ്വർഗം നിനക്കും നിന്റെ സന്തതിക്ക് തരും. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ എന്നോട് ചേർന്നൊരു മഹത്വം കൊടുക്കുക ദൈവത്തിന്. ആമേൻ പറ. സ്വർഗം നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് വായിക്കാം. സ്വത്രം ഹൃദയത്തിന് തേങ്ങലുകൾ അറിയുന്നവൻ, നിന്റെ കണ്ണുനീരിന്റെ ആഴം അറിയുന്നവൻ കർത്താവ് നിനക്കായി എഴുന്നേൽക്കുമെന്ന് വിശ്വസിക്ക്. കുഞ്ഞെ, ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും മുപ്പരിയായി നിന്നെ ഉയർത്താമെന്ന് പറഞ്ഞ സർവശക്തൻ നിനക്ക് വേണ്ടിയ സ്വർഗലോകം വെടിഞ്ഞ് താണലോകത്തിലേക്ക് വന്നത്. ഇവിടെ ഇതാ ഒരമ്മ തൻ്റെ കുഞ്ഞിന്റെ വേർപാടിന്റെ ആ അവസ്ഥയിൽ നിലവിളിച്ചുകൊണ്ട് അവസാനത്തെ യാത്രയായി നോക്ക് ശവപ്പറമ്പിലേക്ക് പോകുകയാ. അവിടെ കർത്താവ് കടന്നു വരികയാ. എന്തുകൊണ്ടെന്നറിയാമോ? ആരും സഹായമില്ലാത്തവർക്ക് സഹായകനായി യേശു ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത് നിനക്ക് തെളിയിച്ചു തരാനാ. അമ്മ മറക്കും, അപ്പൻ മറക്കും, കൂടപ്പിറപ്പോൾ മറക്കും, സ്നേഹിതൻ മറക്കും, പാസ്റ്റർ മറക്കും, കൂട്ടുവിശ്വാസി മറക്കും. പക്ഷേ നീ ആശ്രയിക്കുന്ന ജീവനുള്ള ദൈവമുണ്ടല്ലോ, കാൽവറി ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയുടെ വലതുഭാഗത്ത് പക്ഷപാതം ചെയ്യുന്ന യേശു നിന്നെ മറക്കത്തില്ല. ആ കർത്താവിന്റെ സന്നിധി നിന്നെ കൊടുക്ക്. ബാക്കി എല്ലാവരും നിന്നെ മറക്കും. നീ എന്തെല്ലാം കൊടുത്ത് സ്നേഹിച്ചാലും ഒറ്റ സെക്കൻഡോട് അവരെല്ലാം നിന്നെ തള്ളിക്കളയും. പക്ഷേ നീ ഒന്നും കൊടുക്കാതെ നിനക്ക് കിട്ടിയതെല്ലാം നീ അനുഭവിച്ചിട്ട് നിന്റെ ഹൃദയം യേശുവിനോട് കൊടുക്കാമോ? കർത്താവേ, ലോകത്തിലൊന്നും നേടിയില്ലെങ്കിലും നിന്നെ വിട്ടു പോകുവാൻ എനിക്കിടയാവല്ലേ എന്ന് പറഞ്ഞ് ദൈവസേന ഒന്ന് കരയാൻ നീ തയ്യാറാകുമോ? ഈ മൺകൂടാരമാകുന്ന ശരീരത്തിനകത്ത് വ്യാപരിക്കുന്ന രോഗാത്മന മണ്ഡലത്തെ എടുത്തു മാറ്റുവാൻ അങ്ങയ്ക്ക് കഴിയുമല്ലോ എന്നൊന്ന് പറയാൻ കഴിയുമോ? ഈ ശരീരം അവിടുത്തെ മന്ദിരമാണെന്ന് പഠിപ്പിച്ചെങ്കിൽ, ഈ ശരീരത്തിനകത്ത് അവിടുത്തെ ആത്മാവ് ഇരിക്കുന്നെന്ന് പഠിപ്പിച്ചെങ്കിൽ, യേശുപ്പ പൂർണ്ണാരോഗ്യത്തോടെ ബലത്തോടെ സന്തോഷത്തോടെ വാർദ്ധക്യകാലത്തും നിന്നെ മഹത്വപ്പെടുത്താൻ എന്നെ സഹായിക്കണമെന്ന് ഒന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഈ പകൽക്കാലം ആത്മാവ് ഞാനൊരു ദൂത് പറയുക. ആരെല്ലാം നിങ്ങളെ മറന്നാലും, ആരെല്ലാം നിങ്ങളെ കൈവിട്ടാലും സ്വർഗം നിങ്ങളെ കൈവിടത്തില്ല. നീ ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. നീ ഒരുപാട് പേരെ കണ്ണുനീര് തുടച്ചിട്ടുണ്ട്. ഇപ്പോൾ നിന്റെ കണ്ണുനീര് ആരും തുടയ്ക്കാനില്ല എന്നോർത്ത് നീ നിരാശപ്പെടേണ്ട കുഞ്ഞെ. ആരെല്ലാം നിന്നെ മറന്നാലും നീ സേവിക്കുന്ന ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. തീയുടെ നടുവിൽ വിശ്വാസത്തോടെ നിൽക്കുന്ന സ്വത്രം ശദ്രക്ക് മേശകാബേന്ദ്രഗോപന് പറയുവാൻ ഒന്നുണ്ട്. വിടുവിച്ചാലും ഇല്ലെങ്കിലും ഞങ്ങൾ സേവിച്ച് ജീവിക്കുന്ന ദൈവത്തെയാ. ആ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പ്രാണൻ വേണ്ട, ഞങ്ങൾക്കൊരു ജീവിതം വേണ്ട. കാരണം ഞങ്ങൾ നിന്നതല്ല, സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ നിർത്തിയതാ. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഈ പകൽക്കാലം വ്യക്തമായി പറയാ, നിങ്ങളെ നിർത്തിയത് സ്വർഗത്തിലെ ദൈവമാ. എന്തിനെന്നറിയാമോ? ജ്ഞാനികളെ ലജ്ജിപ്പിക്കേണ്ടതിന്. ഒരു യോഗ്യതയുമില്ലാതെ
ഒരു യോഗ്യതയുമില്ലാതെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് അപ്പൻ തള്ളിക്കളഞ്ഞില്ലേ നിന്നെ? നിന്നെ കൊണ്ട് കഴിവില്ലെന്ന് പറഞ്ഞ് അമ്മ മാറ്റി നിർത്തിയില്ലേ? നിന്നെ കൂടെ കൂട്ടാൻ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് സഹോദരങ്ങൾ നിന്നെ മാറ്റി നിർത്തിയില്ലേ? പക്ഷെ സ്വർഗത്തിലെ ദൈവം നിന്നെ ചേർത്ത് പിടിച്ച് എന്തിനാണെന്നറിയാമോ? നിന്നെ തള്ളിക്കളഞ്ഞവിടെ മുമ്പിൽ നിന്നെ മൂലക്കല്ലാക്കി മാനിക്കാൻ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ദൈവമുഖത്തേക്ക് നോക്ക്. ഈ നല്ല പകൽക്കാലം തന്റെ കുഞ്ഞിനെ ഓർത്ത് തേങ്ങിക്കരയുന്ന ഒരു മാതാവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, കൂടപ്പുറപ്പേ, നിന്റെ തലമുറയോർത്ത് നീ കരയുന്നെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധി കരയണം. ലോകത്തിന് മുമ്പിൽ കരഞ്ഞാൽ അവർ കുറ്റങ്ങൾ മാത്രമേ പറയത്തുള്ളൂ. എന്നാൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീ മുഴങ്കാലം അടക്കി ദൈവമുഖത്തേക്ക് നോക്കി നീ ഒന്ന് കരഞ്ഞു നോക്ക്. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. നിന്റെ കുടുംബത്തിനകത്ത് സന്തോഷം നിറഞ്ഞു കവിയും. നിന്റെ കൂട്ടാളി നന്മ കാണും. നിന്റെ കലവറ ഒരിക്കലും ശൂന്യമാകുവാൻ സ്വർഗം അനുവദിക്കത്തില്ല. നമുക്ക് ബുദ്ധിയുണ്ടല്ലോ, നമ്മുടെ കയ്യിൽ പണമുണ്ടല്ലോ, നമുക്ക് ആൾബലമുണ്ടല്ലോ. കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, കുറച്ചു ദിവസത്തേക്കേ ഉള്ളൂ. 38 വർഷം പക്ഷപാത രോഗി കൊളക്കരയിൽ കിടക്കുമ്പോ ആരുമില്ലായിരുന്നു അവന്റെ കൂടെ. അവനെല്ലാവരും ഉള്ളവനായിരുന്നു. പക്ഷേ അവൻ ഒരിക്കലും എഴുന്നേൽക്കത്തില്ല എന്ന് കണ്ടപ്പോൾ ഉള്ളവരെല്ലാം അവനെ കൈവിട്ടച്ചു പോയി. ഒടുവിൽ ആരൊക്കെയോ ദയാൽ ബെത്സൈദ കൊളക്കരയിലേക്ക് അവനെ കൊണ്ടു കടത്തിയിട്ട് പോയി. ആ 38 വർഷവും കിടന്ന പായി കിടന്നുകൊണ്ട് അവൻ തേങ്ങുകയുണ്ടായിരുന്നു. അവന് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെ കുളത്തിലെടുത്തിറക്കുവാൻ ആരുമില്ല. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി കുഞ്ഞെ, കേട്ടിട്ട് കണ്ടിട്ട് കാണാതെ പോകുന്ന ഒരു വ്യക്തിയായി നീ മാറരുത്. ഒടുവിൽ നിന്നെ സഹായിപ്പാൻ നീ കൊടുത്തവരാരും കാണത്തില്ല. നിന്റെ വീഴ്ചയിൽ താങ്ങുവാൻ ആരും വരത്തില്ല. പക്ഷേ നിന്നെ ആവതുള്ളപ്പോൾ, നിനക്ക് മനസ്സുള്ളപ്പോൾ, നിന്റെ കണ്ണിന് കാഴ്ചയുള്ളപ്പോൾ, നിനക്ക് ആരോഗ്യമുള്ളപ്പോൾ മഹത്വം ദൈവത്തിന് കൊടുക്കുക. നടത്തിയതിന്, കരുതിയതിന്, തന്നതിന്, നിർത്തിയതിന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പാ, നിന്റെ കരുണയാ ഞാൻ നിന്നതെന്ന് പറ. നീ എന്നെ നിർത്തിയത് കൊണ്ടാണ് ഞാൻ ആയിരിക്കുന്നത്. എന്റെ സമപ്രായത്തിൽ ഒരുപാട് പേര് മരണം വഴിയായി ഈ ലോകത്തു നിന്ന് പോയി. ഒരുപാട് പേര് എഴുന്നേൽക്കാൻ കഴിയാതെ കിടക്കുമേൽ കിടക്കുന്നു. ഒരുപാട് പേർക്ക് ഉണ്ടായിട്ടും കഴിപ്പാൻ കഴിയാതെ ഇരിക്കുമ്പോൾ വേണ്ടതെല്ലാം എനിക്ക് തന്നു നിറച്ച ദൈവമേ, അങ്ങയ്ക്ക് നന്ദി എന്ന് പറയാൻ ഈ പകൽക്കാലം നിങ്ങളുടെ നാവ് ചലിക്കുമെങ്കിൽ കൂടപ്പുറപ്പേ, നിങ്ങൾ ജയിച്ചു. സ്വർഗം നിങ്ങളുടെ കൂടെ ഇരിക്കും. കർത്താവ് പറഞ്ഞു, ഒരു നാളും വാർദ്ധക്യനരയുമുള്ള കാലത്തും ഞാൻ നിന്നെ കൈവിടുകയില്ല, ഞാൻ നിന്നെ തള്ളിക്കളയത്തില്ല, ഞാൻ നിന്നെ ഉപേക്ഷിക്കത്തില്ല. അങ്ങനെങ്കിൽ ഈ കർത്താവിൽ നീ ആശ്രയിച്ചാലുണ്ടല്ലോ, ഈ 61-ാമത്തെ വയസ്സിൽ എനിക്ക് പറയാൻ കഴിയും, ആരെല്ലാം മറന്നു കളഞ്ഞാലും, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും, നീ കൊടുത്ത് നിന്റെ കൂടെ നിൽക്കുമെന്ന് പറഞ്ഞവർ നിന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് മാറിപ്പോയാലും, നീ സേവിക്കുന്ന ദൈവം അവരുടെ മുമ്പിൽ നിന്നെ മാനിക്കും. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായം 11 മുതൽ 14 വരെ. പിറ്റേന്നാൾ അവൻ നയൻ എന്ന പട്ടണത്തിലേക്ക് പോകുമ്പോൾ അവന്റെ ശിഷ്യന്മാരും വളരെ പുരുഷാരവും കൂടെ പോയി. യേശു എവിടെ പോയാലും 4 കൂട്ടം ജനം അവനെ അനുഗമിക്കും. ഒന്ന് അപ്പം തിന്നാൻ, മറ്റൊന്ന് ആള് കളിക്കാൻ, സ്വത്രം, മറ്റൊന്ന് അത്ഭുതങ്ങൾ കാണാൻ, മറ്റൊന്ന് സ്വത്രം അവനിലെ കുറ്റങ്ങൾ കണ്ടെത്താൻ. പ്രൈസ് ദി ലോർഡ്. കൂടപ്പുറപ്പേ, കുറ്റം വിധിക്കാൻ നിനക്ക് കഴിയും, പക്ഷെ ജീവിതത്തിൽ രക്ഷപ്പെടാൻ നിനക്ക് കഴിയത്തില്ല. രക്ഷപ്പെടുത്താനും ആരും ഉണ്ടാവത്തില്ല. ഇവിടെ യേശു നയീൻ പട്ടണത്തിലേക്ക് പോയി. വലിയൊരു പുരുഷാരം അവനെ അനുഗമിച്ചു. സ്വത്രം. അടുത്തേ, അവൻ പട്ടണത്തിന്റെ വാതിലിനോടടുത്തപ്പോൾ മരിച്ചുപോയ ഒരുത്തനെ പുറത്തു കൊണ്ടുവരുന്നത് കണ്ടു. ആര് കണ്ടു? യേശു കണ്ടു. എങ്ങനെ കണ്ടു?
മരിച്ചു പോയ ഒരുത്തനെ കുറെ പേർ ചുമന്നുകൊണ്ടുവരുന്നു. യേശു കണ്ടു ഒരു സ്ത്രീ ആ ശവമഞ്ചത്തോട് ചേർന്ന് നിലവിളിക്കുന്നത് കണ്ടു. എൻ്റെ യേശു കർത്താവ് നിന്നെ കണ്ടാൽ, നിന്റെ നിലവിളി കേട്ടാൽ, നിന്റെ കണ്ണുനീര് കണ്ടാൽ ഒരിക്കലും അത് നിന്നെ വിട്ടേച്ചു പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു കർത്താവ് നിന്നെ കൈവിടണമെങ്കിൽ എൻ്റെ യേശു കർത്താവ് കർത്താവ് അല്ലാതെ ഇരിക്കണം. ലോകം മുഴുവനും നിന്റെ കുറവുകൾ കാണുമ്പോൾ നിന്നെ ഇട്ടേച്ചു പോകും. ഒരു പരാജയം കണ്ടാൽ നിന്നെ തള്ളിപ്പറയും. സ്വത്രം ഇനി നിന്നെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ എന്ന് പറഞ്ഞ് നൊന്ത് പറ്റിയ അമ്മ പോലും നിന്നെ ചേർത്ത് പിടിക്കാൻ വരത്തില്ല. എന്നാൽ എൻ്റെ കർത്താവ് പറഞ്ഞത് കേൾക്കണേ. യെശയ്യാ 49:15 ഒരമ്മ തൻ്റെ കുഞ്ഞിനെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. കൂടപ്പിറപ്പേ, 61 വർഷം എല്ലാവരും മറന്നപ്പോഴും മറക്കാതെ എന്നെ ചേർത്ത് പിടിച്ച ഒരു കർത്താവിന്റെ സന്നിധി ഞാൻ പറയാം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ദൈവമഹത്വം നിങ്ങളിലും നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും കാണണമെങ്കിൽ മറ്റൊരുത്തനെ നോക്കാതെ, മറ്റൊന്നിനെ നോക്കാതെ, അവിടെ ഇവിടെ ഓടി നടക്കാതെ നിന്റെ ഭവനത്തിനകത്ത് കയറി മുഴങ്കാലം അടക്കി ദൈവമുഖത്തേക്ക് നോക്കി, അപ്പാ നീ എന്നോട് കൂടെ ഉണ്ടാവണം, നീ എന്നെ മറന്നു കളയല്ലേ, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറയാൻ തയ്യാറായി നോക്ക്. സ്വർഗം ഇറങ്ങി വരും. ഈ നല്ല പകലിൽ ഞാൻ വ്യക്തമായി പറയട്ടെ, ആ അമ്മയുടെ ഹൃദയത്തിനകത്ത് ഇനി എനിക്ക് ആരുമില്ലല്ലോ, ഉണ്ടെന്ന് പറഞ്ഞ എല്ലാ പ്രതീക്ഷയുമാണല്ലോ ഇപ്പോൾ ഈ ശവമഞ്ചത്തിൽ കിടക്കുന്നത്. നാട്ടുകാരെല്ലാം എന്നെ ശപിക്കുന്നുണ്ട്, കുറ്റം പറയുന്നുണ്ട്. ഞാൻ എന്ത് മറുപടി പറയും? ഇതെൻ്റെ കുഞ്ഞിൻ്റെ അവസാന യാത്ര, ഞാനും എൻ്റെ കുഞ്ഞുമായി നിൽക്കുന്ന അവസാനത്തെ ദിവസം. ഇന്ന് അല്പനിമിഷം കൂടി കഴിയുമ്പോൾ അവൻ മണ്ണിനടിയിലേക്ക് പോകും. ഞാൻ എവിടേക്ക് പോകും എന്നെനിക്കറിയില്ല. എന്നെ കേൾക്കുന്ന മാതാവേ, നീയും പലപ്പോഴും പറഞ്ഞിട്ടില്ലേ, ഞാൻ എന്ത് ചെയ്യണ്ടു, എൻ്റെ കുഞ്ഞിൻ്റെ ഭാവി എന്താകും, എൻ്റെ കൂട്ടയുടെ മദ്യപാനം ഒന്ന് മാറിയിരുന്നെങ്കിൽ, എൻ്റെ വീടിനകത്തൊരു നന്മ ഒരുങ്ങിയിരുന്നെങ്കിൽ, എൻ്റെ ചെറ്റപ്പുര ഒന്ന് മാറിയിരുന്നുവെങ്കിൽ, എൻ്റെ കടഭാരം ഒന്ന് നീങ്ങിയിരുന്നുവെങ്കിൽ, എന്നെ ആരെങ്കിലും ഒന്ന് സഹായിക്കാൻ വന്നിരുന്നെങ്കിൽ. ആരും വരാതെ നീ തനിച്ചായിരുന്നു തേങ്ങിയില്ലേ? പക്ഷെ ആ സമയത്ത് നിന്നെ തേടി വന്ന ഒരു യേശുവ ഇന്ന് പകൽക്കാലം ആ വിധവയുടെ അടുക്കലേക്ക് വന്നത്. പക്ഷെ ആ യേശുവിനെ നീ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ലോകത്തിൽ അവിടെ ഇവിടെയും കൊണ്ടുവച്ചിരിക്കുന്ന കല്ലുകളെ നീ ദൈവമെന്ന് പറഞ്ഞ് ആരാധിച്ചു. അതുകൊണ്ട് നിന്റെ ജീവിതത്തിൽ നീ ആഗ്രഹിച്ച സമാധാനമോ സന്തോഷമോ ലഭിച്ചില്ല. പകരം കുറെ നഷ്ടങ്ങളും കഷ്ടങ്ങളും മാത്രമായി നിന്റെ ജീവിതം നരകതുല്യമായി നീ തള്ളി നീക്കി. എന്നാൽ ഈ നല്ല പകൽക്കാലം പറയട്ടെ, നിന്റെ തേങ്ങലുകൾ അറിയുന്ന സർവശക്തൻ നിന്നെ തേടി വരുമ്പോൾ നിന്റെ ഹൃദയം ഒന്ന് തുറന്നു കൊടുത്തിട്ട് അതിനകത്തൊന്ന് സ്വീകരിക്കുക. പള്ളിക്കാരെ അല്ല നോക്കേണ്ടത് കേട്ടോ, പട്ടക്കാരെ അല്ല നോക്കേണ്ടത്, പാരമ്പര്യമല്ല നോക്കേണ്ടത്, സ്വത്രം പാസ്റ്ററെ അല്ല നോക്കേണ്ടത്, തിരുമേനി ഐമേനിയും പുരോഹിതനല്ല നോക്കേണ്ടത്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്ക്. യേശു പറഞ്ഞില്ല അവരെടുക്ക ചെല്ല്, ഇവരെടുക്ക ചെല്ല്, അങ്ങനെ ചെയ്, ഇങ്ങനെ ചെയ്. ബൈബിൾ പറഞ്ഞില്ല അവരെ കൊണ്ട് കഴിയും, ഇവരെ കൊണ്ട് കഴിയും. ഇല്ല, യേശു പറഞ്ഞത് എന്നാൽ സകലതും സത്യം, ഞാൻ സകലതും നൽകിത്തന്ന് നിന്നെ അനുഗ്രഹിക്കാം, വരിക എൻ്റെ അടുക്കലേക്ക്. നോക്ക്, ഇവിടെ യേശു അവിടേക്ക് ചെല്ലുകയാ. സ്വത്രം നമുക്ക് അവിടെ പറയുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞിൻ്റെ ശവമഞ്ചവും പേറി ആ ശവത്തോട് ചേർന്ന് നിലവിളിച്ചുകൊണ്ട് പട്ടണത്തിന് വെളിയിലേക്ക്. Praise the Lord. Praise the Lord. Praise the Lord. നിന്റെ ഹൃദയത്തിന്റെ വേദന സ്വത്രം ലോകത്തിൽ ആർക്കും മനസ്സിലാകത്തില്ല. നിന്റെ കണ്ണിലൂടെ ഒഴുകുന്ന കണ്ണുനീര്, അതിന്റെ ആഴം ആർക്കും തിരിച്ചറിയാൻ കഴിയത്തില്ല. കൈ കാശുള്ളപ്പോ കൂടെ സല്ലപിക്കുവാൻ, കൂടെ കൂടുവാൻ എല്ലാവരും കാണും. 10 രൂപ ഇല്ലെങ്കിൽ, നിന്റെ ആരോഗ്യം ക്ഷയിച്ചെങ്കിൽ, നിന്റെ സൗന്ദര്യം പോയെങ്കിൽ പിന്നെ ആർക്കും നിന്നെ വേണ്ട. പക്ഷെ എൻ്റെ യേശു അപ്പന് നിന്നെ വേണം കുഞ്ഞേ. എൻ്റെ യേശു അപ്പന് നിന്റെ മക്കളെ വേണം. എൻ്റെ യേശു അപ്പന് നിന്റെ ഭവനം വേണം. യേശു അപ്പന് നിന്നെ വേണം കുഞ്ഞേ. അതുകൊണ്ടൊന്ന് വിട്ടുകൊടുക്ക്. നീ മാത്രം മതി എന്ന് പറ. നോക്ക്, യേശു പട്ടണത്തിനകത്തേക്ക് ചെന്നു. സ്വത്രം. അടുത്ത വാക്യം വായിച്ചേ. അവൻ അമ്മയ്ക്ക് ഏകജാതനായ മകൻ, അവളോ വിധവയായിരുന്നു. സ്വത്രം. എത്ര നാളുകൾ കൊണ്ട്
നിന്നയും പരിഹാസവും അവൾ പേർന്നു എന്നറിയാമോ? എന്തിനു വേണ്ടി? തൻ്റെ കുഞ്ഞിനൊരു നേരത്തെ ആഹാരത്തിന് വേണ്ടി, തൻ്റെ പ്രാണന്റെ നിലനിൽപ്പിന് വേണ്ടി, പലരുടെയും മുന്നിൽ കരം നീട്ടി തൻ്റെ കുഞ്ഞിന്റെ വിശപ്പടക്കാൻ വേണ്ടി. പക്ഷേ തൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചുകൊണ്ട് ആ കുഞ്ഞ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. ആ അമ്മയുടെ ഹൃദയം തകർന്നതല്ലാതെ ആ തകർച്ചയ്ക്കൊരു പരിഹാരം പറഞ്ഞു കൊടുക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ ആണെങ്കിൽ പറയും അവളുടെ കയ്യിലിരിപ്പ് കൊണ്ട് കിട്ടിയതാ, അവളുടെ പ്രവൃത്തി ദോഷം കൊണ്ട് കിട്ടിയതാ, നമ്മൾ പറഞ്ഞത് കേൾക്കാതെ പോയത് കൊണ്ടാ, സ്വന്തം ഭർത്താവിനെ മറന്ന് ജീവിച്ചത് കൊണ്ടാ, ഭർത്താവ് ഇല്ലാത്തത് കൊണ്ടാ എന്നൊക്കെ ഒരുപാട് കുറ്റങ്ങൾ നമ്മളെല്ലാവരും പറയും. പക്ഷേ അവളുടെ ഹൃദയത്തിന്റെ വേദന മറ്റാരോട് പറഞ്ഞാലും അത് മനസ്സിലാകത്തില്ല. സ്വത്രം വ്യക്തമായി പറയട്ടെ, നോക്ക്, യേശു കർത്താവിന്റെ അടുക്കൽ പാവനിയായ ഒരു സ്ത്രീയെ കൊണ്ടു ചെല്ലുമ്പോൾ സ്തോത്രം അവളെ കുറ്റം വിധിക്കുന്നത് വേശ്യാവൃത്തി ചെയ്തു എന്നുള്ള കാരണത്താലാ. നോക്ക്, യേശുവിന്റെ അടുക്കൽ നീതിമാന്മാരെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ദേശത്തെ പ്രമാണിമാർ സ്വത്രം ചെന്നിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. ന്യായപ്രമാണ പ്രകാരം ഇവൾ പാപം ചെയ്തിരിക്കുന്നു, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലാൻ മോശയുടെ വ്യവസ്ഥയുണ്ട്, ഞങ്ങളത് ചെയ്യണമോ? ചെയ്യണമെങ്കിൽ നീ പറ. കുറ്റം വിധിപ്പാൻ, പരിഹസിക്കുവാൻ, താഴ്ത്തിക്കെട്ടുവാൻ, ഒറ്റപ്പെടുത്തുവാൻ, സ്വന്തം തള്ളിപ്പറയുവാൻ ആയിരങ്ങൾ കൂടെ നിൽക്കും. പക്ഷേ നീതിമാനായ നിനക്ക് വേണ്ടി സാക്ഷി പറയുവാൻ ആരും ഉണ്ടാകത്തില്ല. നിന്റെ തകർന്നൊന്നുറങ്ങിയിരിക്കുന്ന ഹൃദയത്തിന്റെ വേദന കണ്ട് നിന്നെ ആശ്വസിപ്പിക്കുവാൻ ആരും കടന്നു വരത്തില്ല. അവിടെയും ഇവിടെയും നിന്ന് അവരുടെ ഇവിടെയും കുറവ് പറഞ്ഞ് നിന്നെ ഒതുക്കാനല്ലാതെ നിന്നെ കരം പിടിച്ച് ഉയർത്താൻ ഈ ലോകത്തിൽ ആരും കാണത്തില്ല കുഞ്ഞെ. ഉണ്ടെന്ന് പറയുന്നവർ ചെറിയ ചെറിയ കാരണങ്ങൾ പറഞ്ഞ് നിന്റെ കയ്യിൽ ഇല്ലായ്മ കണ്ടിട്ട് നിന്നെ കൈവിട്ടച്ച് പോകും. എന്നാൽ ഈ നല്ല പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ആരൊക്കെ മറന്നാലും ആരൊക്കെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയിൽ ഉപേക്ഷിക്കില്ലെന്ന് പറഞ്ഞ കർത്താവ് ആ പട്ടണത്തിനകത്തേക്ക് ചെന്നിട്ട് സ്വത്രം ആ ശവമഞ്ചത്തിൽ ഒന്ന് തൊട്ടു. സ്വത്രം എന്താ മക്കളെ വായിച്ചേ? പട്ടണത്തിലെ ഒരു വലിയ പുരുഷാരവും അവളോട് കൂടെ ഉണ്ടായിരുന്നു. അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട്, അവളെ കണ്ടിട്ട് മനസ്സലിഞ്ഞെന്ന്. ഒരു മുൻജന്മ ബന്ധമൊന്നുമില്ല, പക്ഷേ അവിടെ ഹൃദയത്തിന്റെ തേങ്ങലുകൾ ആഴം അവനറിയാം. അവനേക മകനാ, അവളെ ഏക പ്രതീക്ഷയും അവനാ. അവളുടെ ഒറ്റ ആഗ്രഹം എത്ര കഷ്ടപ്പെട്ട് ആയാലും അവനെ വളർത്തിയെടുക്കണം, നാളെ അവൻ എനിക്ക് വേണ്ടി ഉപകരിക്കും. പക്ഷെ ഇന്നോ ആ അമ്മയുടെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ച് തൻ്റെ കുഞ്ഞു ലോകത്തു നിന്ന് പോയി. ഇനി താൻ ആർക്ക് വേണ്ടി ജീവിക്കണം? എന്തിനു വേണ്ടി ജീവിക്കണം? ആ തേങ്ങകൾ സ്വർഗത്തിലെത്തിയപ്പോ കർത്താവ് അവിടെ വന്നു. അയച്ചു, കരയണ്ട എന്ന് പറഞ്ഞു. കരയണ്ട. പ്രൈസ് ദി ലോർഡ്. ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന കൂടപ്പുറപ്പെ, ഒരുപാട് കണ്ണുനീരൊഴിക്കവനാ ഞാൻ, ഒരുപാട് കരഞ്ഞവനാ ഞാൻ. അന്ന് എന്റെ കരച്ചിൽ കേൾക്കുവാൻ, എന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ എന്റെ കരത്തുനിന്ന് വാങ്ങിയെടുത്തവരാരും വന്നില്ല. പക്ഷെ ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ടി ഉയരത്തുനിന്ന് സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ ഈ പകൽക്കാലം ഈ മെസ്സേജുകൾക്ക് നിങ്ങളോട് പറയട്ടെ, സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കരുത്. സർവവും തന്നു നിറയ്ക്കാമെന്നുള്ള ദൈവത്തിൽ ആശ്രയിക്കുക. സ്വർഗം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. മോൻ തന്നില്ലയോ? മോള് തന്നില്ലയോ? കൂടപ്പുറപ്പ് തന്നില്ലയോ? വിഷമിക്കണ്ട, കർത്താവ് തരും. സ്വത്രം. മോള് തള്ളിക്കളഞ്ഞോ? മോൻ തള്ളിക്കളഞ്ഞോ? ഭർത്താവ് തള്ളിക്കളഞ്ഞോ? ഭാരപ്പെടണ്ട, കർത്താവ് കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ലജ്ജിതരായി തീർന്നിട്ടില്ല കൂടപ്പുറപ്പേ. ദൈവത്തിൽ ആശ്രയിച്ചവരാരും തകർന്നു പോയിട്ടില്ല കൂടപ്പുറപ്പേ. നീ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിച്ചതുകൊണ്ടാ നീ തോറ്റുപോയത്.
ലോകത്തിലെ പ്രമാണിമാരിലും പ്രഭുക്കന്മാരിലും ആശ്രയിച്ചുകൊണ്ടാ തോറ്റുപോയത്. എന്നാൽ തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തിനുടമയായ ആ സഹോദരിയുടെ കണ്ണുനീര് കണ്ടിട്ട് കർത്താവ് മൗനമായിരുന്നില്ല. ഈ നല്ല പകൽ നിന്റെ കണ്ണുനീര് കണ്ടാൽ എൻ്റെ കർത്താവ് അടങ്ങിയിരിക്കത്തില്ല. നീ നിലവിളിച്ചാൽ എൻ്റെ കർത്താവ് നിന്റെ അടുക്കൽ വരും. നോക്ക്, ആ സഹോദരന്റെ കണ്ണുനീര് മറുപടിയായി യേശു ആ മഞ്ചത്തിൽ തൊട്ടു. Praise the Lord. സ്വത്രം എന്താ എഴുതിയിരിക്കുന്നത്? അവനെ അടുത്തു ചെന്ന് മഞ്ചം തൊട്ട് ചുമക്കുന്നവർ നിന്നു. സ്വത്രം. ഒത്തിരി ചിന്തകളുണ്ട് അവിടെ. യേശു മഞ്ചത്തിൽ തൊട്ടു. ആ ശവമഞ്ചം ചുമക്കുന്നവർ അവിടെ നിന്നു. അവർ ആശ്ചര്യത്തോടെ നോക്കി, ഇവനാര്? കുഞ്ഞെ, നിന്നെയും ഇന്നലെ വരെ കുറ്റം പറഞ്ഞവർ ഇന്ന് പറയും, ഇവനോടുകൂടെ ദൈവമുണ്ട്, ഇവനെ ഉയർത്തിയ ദൈവമാ, ഇവളെ ഉയർത്തിയ ദൈവമാ. നോക്ക്, യേശു ശവമഞ്ചത്തെ തൊട്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടു നിന്നു. യേശു എന്ത് ചെയ്തു? ബാല്യക്കാരാ, എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു എന്നവൻ പറഞ്ഞു. മരിച്ചു കിടക്കുന്ന ആ മകനെ നോക്കിയിട്ട് യേശു പറഞ്ഞ വാക്ക് കേട്ടോ. വിശ്വാസത്തിന് നായകനും പൂർത്തി വരുത്തുന്നവനവ യേശുവിനെ നോക്ക് നീ. എന്നിട്ട് നീ പറഞ്ഞു തുടങ്ങി, സ്വർഗം നിന്റെ വാക്കിന് മുമ്പിൽ ഇറങ്ങി വരും. സ്വന്തം നിന്റെ കുഞ്ഞിന്റെ തകർച്ചയാണോ? സ്വർഗം മാറ്റിത്തരും. നിന്റെ കൂട്ടുകാരുടെ മദ്യപാനമാണോ? സ്വർഗം മാറ്റിത്തരും. നിന്റെ കലകളുടെ ശൂന്യതയാണോ? സ്വർഗം മാറ്റിത്തരും. നിന്റെ കുഞ്ഞിന്റെ വിദ്യാഭ്യാസ ഭാവിയാണോ? സ്വർഗം ഉയർത്തി മാനിക്കും. നിന്റെ രോഗമാണോ? ശമനം തരും. വിശ്വാസത്തോടെ ആത്മാവിൽ ദൈവസന്നിധി പ്രാർത്ഥിച്ചിട്ട് നിനക്കെതിരെ പോരാടുന്ന പിശാചിനൊക്കെ മാറു പിശാചെന്ന് പറയാൻ കൂടപ്പുറപ്പെ ചങ്കൂറ്റം വേണം. നിന്റെ പണത്തിനോ പ്രതാപത്തിനോ ഡോക്ടർക്കോ വൈദ്യനോ ഇല്ലെങ്കിൽ ലോകത്തിലൊരു പ്രമാണിക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയുന്നത് തിരിച്ചറിയാൻ ശ്രമിക്കുക. എന്നിട്ട് ദൈവസന്നിധി നെടുമ്പാട് വീഴ്. കർത്താവ് നിന്നെ ഉയർത്തും. ബാല്യക്കാരാ, എഴുന്നേൽക്ക്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതം കാണുമാറ് ആ ബാല്യക്കാരൻ ആ ശവമഞ്ചത്തിൽ എഴുന്നേറ്റു. സ്വത്രം. അടുത്ത വാക്യം. മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു. Praise the Lord. മരിച്ചവൻ എഴുന്നേറ്റിരുന്നു. ഒറ്റ വാക്കിന് മുമ്പിൽ, യേശു പറഞ്ഞ വാക്കിന് മുമ്പിൽ. അങ്ങനെയുള്ള യേശുവിന്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നുവെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ, നീ ആരാധിക്കുന്നത് നിനക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ യാഗമായി തീർന്ന യേശു ക്രിസ്തുവിനെയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നീ പറയുന്നത് സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നീ പറയുന്നത് സംഭവിക്കും. ഒരിക്കലും അതിന് മാറ്റമുണ്ടാകത്തില്ല. കാരണം എൻ്റെ യേശുപ്പൻ പറഞ്ഞിട്ട് പോയതാ, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾ ചെയ്യേണ്ടതിന് സ്വത്രം പോകുവിൻ. അഭിഷേകം പ്രാപിച്ച് ആത്മാവ് പ്രാപിച്ച് ചെന്നായിക്കട നടുവിൽ കുഞ്ഞാടുകളെ പോലെ. കൂടപ്പുറപ്പേ, ആ അമ്മയ്ക്ക് മകനെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അവിടെ നിന്നവർ ദൈവത്തിന്റെ മഹത്വം കണ്ടെങ്കിൽ, ഈ തിരുവഴുത്ത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയട്ടെ, പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ അത്യുന്നതന്റെ മറവിൽ വസിച്ചുകൊണ്ട് നീ ഒന്ന് പറഞ്ഞു നോക്ക്. സർവശക്തൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരും. അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ സർവശക്തൻ നിന്നോട് കൂടെ ഇരിക്കും. നിന്നെ നിന്ദിച്ചവരും പരിഹസിച്ചവരും കുറ്റം പറഞ്ഞവരും മാറ്റി നിർത്തിയവരും നിന്നെ തേടി വരും. സ്വത്രം. നിന്റെ ദൈവം ജീവിക്കുന്ന ദൈവമെന്ന് ലോകത്തിൽ അവർ വിളിച്ചു പറയും. അതുകൊണ്ട് കുഞ്ഞെ, പുറകോട്ട് നോക്കാതെ ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തിന്റെ വചനം പറയുന്ന പ്രകാരം നീ ഒന്ന് യാത്ര ചെയ്യാൻ ശ്രമിക്കുക. സ്വർഗത്തിലെ ദൈവം നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും നിന്റെ കുടുംബത്തെയും ഉയർത്തി മാനിക്കും. സ്വത്രം. വീണവരെ കണ്ടിട്ടല്ല നീ മുൻപോട്ട് പോകേണ്ടത്. പിന്നെയോ നിത്യതയിൽ എത്തിച്ചേർന്ന ഭക്തന്മാരെ കണ്ടുകൊണ്ട് നിനക്ക് വേണ്ടി സ്ഥലമൊരുക്കാൻ പോയ യേശു കർത്താവ് വേഗം വരുന്നുള്ള വിശ്വാസത്തോടെ നീ ദൈവമുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാൻ ശ്രമിക്കുക.
സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഈ നല്ല പകലിൽ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയട്ടെ, നീ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഉപരിയായി സ്വത്രം ഫിലിപ്പിയർക്കുള്ള ലേഖനം 4:19 പറയുന്നത് പോലെ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെയും അവന്റെ മഹത്വത്തിന്റെ മഹിമയുടെ ധനത്തിനൊത്തവണ്ണം തീർത്ത് നിന്നെ നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിപ്പാൻ യേശു കർത്താവ് മതിയായവനാണ്. പ്രസംഗിക്കുന്ന എൻ്റെ മുഖം നോക്കാതെ പ്രസംഗിച്ച പ്രസംഗം കേട്ട് ഏറ്റെടുത്ത് വിശ്വസിച്ച് ആമേൻ പറയാനും കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വാസത്തോടെ നിന്ന് പ്രാർത്ഥിക്കുവാനും നിനക്ക് കഴിയുമെങ്കിൽ നിന്റെ ശരീരാത്മതയിൽ വ്യാപരിക്കുന്ന രോഗം നിന്നെ വിട്ടുപോകും. നിന്റെ കലവറുടെ ശൂന്യത മാറും. നിന്റെ തലമുറയുടെ ഭാവി അനുഗ്രഹിക്കപ്പെടും. നിന്റെ കൂട്ടരുടെ മദ്യപാനം മാറും. നീ ദേശത്തിൽ അംഗീകരിക്കപ്പെട്ടവനും അംഗീകരിക്കപ്പെട്ടവളുമായി മാറും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, വിശ്വസിക്കാൻ കഴിവുള്ളവൻ വിശ്വസിക്കട്ടെ. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും. വിശ്വാസമുണ്ടെങ്കിൽ വിശുദ്ധ കരമുയർത്തി ആമേൻ പറ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.